ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെ പോണു റമദാനൊക്കെ? എങ്ങനെ പോണു നോമ്പ് കാര്യങ്ങളൊക്കെ? എല്ലാവരും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈദ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈദിലേക്കുള്ള ഫസ്റ്റ് ഹോൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഒരു മീഷോ ഹോളാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഈദിലേക്കുള്ള മീഷോന്ന് ട്രൈ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന കുറച്ചധികം ഡ്രസ്സുകൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒട്ടും ഓക്കെ അല്ലാത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ചിലത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മളെ കയ്യിൽ കിട്ടുമ്പം. അങ്ങനെയുള്ളത് ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെയുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു 5 ഔട്ട്ഫിറ്റ്സ് കാണിച്ചു തരാമെന്നാണ്. ഈദ് ഔട്ട്ഫിറ്റ്സ് കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. സോ അങ്ങനെ തന്നെ ആയിരിക്കും ഇനിയും മുന്നോട്ടുള്ള വീഡിയോസിൽ വരിക. സോ ഇന്നും നമ്മളൊരു 5 ഈദ് ഔട്ട്ഫിറ്റ്സ് നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ എനിക്ക് ഞാൻ 10 ഔട്ട് ഓഫ് 10, അതായത് ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുള്ള, എനിക്ക് ഇഷ്ടമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ബാക്കിയുള്ളതൊന്നും കാണിച്ചു തരുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് ഇതിനൊക്കെ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിയിട്ട് അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ച്, മീൻസ് ഞാൻ എന്താണോ ഉള്ളത് കറക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, എനിവേ നമുക്ക് വീഡിയോ ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഓരോ ഔട്ട്ഫിറ്റ്സ് ആയിട്ട് കാണിച്ചു തരാം. ഇതിന്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക്, നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഡ്രസ്സസിന്റെ കൂടെ തന്നെ, ക്ലോത്ത്സിന്റെ കൂടെ തന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ബാഗും ഫുഡ് വെയർസ് ഒക്കെ ചിലത് ഇങ്ങനെ അതിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ടാവും. കുറച്ചൊരു ഭംഗിക്കാണോ എന്തിനാ വെക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതേപോലെ നമ്മളും ഇതിൽ കുറച്ച് എനിക്ക് തോന്നിയിട്ടുള്ള, നിങ്ങൾക്ക് ഇതിന് ട്രൈ ആക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഫുഡ് വെയറും അതേപോലെ തന്നെ ഒരു ബാഗും കാര്യങ്ങളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ പിന്നെ അത് കൂടാതെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ മേ ബി ഇതിൽ കാണിക്കാത്തതും ഞാനിവിടെ ലിങ്ക് കൊടുക്കുന്ന സമയത്ത് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഞാൻ ആ ഒരു ഔട്ട്ഫിറ്റിന് കൂടെ കൊടുത്തിട്ടുള്ള ആക്സസറീസ് അതിൻ്റെ കൂടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ലിങ്ക് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത്, ഇപ്പം നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് എന്താണ്, ഒരു ബനാറസി സെറ്റ്സ് ഒരു ബ്രോക്കാർഡ് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടാസ് വരുന്ന സെറ്റ്സ് ആണ് കൂടുതലായിട്ടും നമ്മളിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒക്കെ തന്നെ കാണുന്നത്. അപ്പം ഇത്തവണ ഞാൻ കാണിക്കുന്നതിൽ 2 ഔട്ട്ഫിറ്റ്സ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു ലൈറ്റ് പേർപ്പിൾ ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു സെറ്റാണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. സൈഡിൽ ഞാൻ സ്റ്റൈൽ ചെയ്ത ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് നല്ല വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഫസ്റ്റ് തന്നെ പറയാം, നല്ല വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാനിവിടെ കാണിക്കുന്നതിൻ്റെ ഒക്കെ തന്നെ പ്രൈസ് അറൗണ്ട് 1000 ആണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. എക്സാക്ട് എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ പറയുന്നില്ല. സോ അറൗണ്ട് ആ ഒരു പ്രൈസ് ആണ് വരുന്നത്. ഇതിന് 900 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ഭയങ്കര വർത്താണ് ആ ഒരു പ്രൈസിന്. ഇത് ഭയങ്കര ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഭയങ്കര ബ്രീത്തബിൾ മെറ്റീരിയൽ പോലാണ് എനിക്കിത് വെയർ ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ വലിയ പ്രൈസ് കുറവിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് വടി പോലെ നിൽക്കാം, ഒട്ടും കംഫർട്ടബിൾ അല്ലാതിരിക്കുക, അങ്ങനെ ഉള്ളത് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഒഴിവാക്കിയിട്ട് അതിൽ നല്ലത് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സോ വി നെക്കാണ് വന്നിട്ടുള്ളത്. സീക്വൻസി ആൻഡ് എംബ്രോയിഡറി വിത്ത് എംബ്രോയിഡറി വർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വി നെക്കാണ്. ആൻഡ് ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് 3/4 സ്ലീവ്സ് ആണ്. നോർമൽ സ്ലീവ് ആണ്. എൻഡിൽ ഇങ്ങനെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്, ഗോൾഡൻ ഡീറ്റെയിലിംഗ്. അതെനിക്ക് വലിയ ഇഷ്ടമില്ല. പക്ഷേ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. മീൻസ് അത് നമുക്കൊരു വലിയ കാര്യമായിട്ട് ഒരു പ്രശ്നമായിട്ട് എടുക്കണ്ട. കാരണം ഇതിന്റെ പ്രൈസ് ആണെങ്കിലും ഇതിന്റെ ഭംഗിയാണെങ്കിലും കളറാണെങ്കിലും ഒക്കെ നോക്കുമ്പോൾ ഓക്കെ. 2 ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട് ത്രൂ ഔട്ട്. ഈ ഒരു സംഭവം ബാക്കിലില്ല, ഫ്രണ്ടിൽ ഫുള്ള് ഈ ഒരു നമ്മളെ നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ആ ഒരു സീക്വൻസി ആൻഡ് എംബ്രോയിഡറി ആ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ബ്രീത്തബിൾ കോട്ടൺ മെറ്റീരിയൽ ആണ്, ലൈറ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ടുള്ളത്. ഭയങ്കര ഒരു സിൽക്ക് പ്ലസ് കോട്ടൺ ആ ഒരു മെറ്റീരിയൽ കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു, അതായത് നല്ല സോഫ്റ്റ് ലൈറ്റ് വെയിറ്റിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തി സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ബാക്കിൽ പ്രിന്റ് കാര്യങ്ങൾ ഒന്നും വരുന്നില്ല. സോ ഇതാണ് നമ്മളെ ടോപ്പ്. അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ബോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ ബോട്ടം അലാസ്റ്റിക്, ബാക്കിൽ അലാസ്റ്റിക്കും ഫ്രണ്ടിൽ അലാസ്റ്റിക് വരാതെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫ്രണ്ടിൽ അലാസ്റ്റിക് വരുന്നില്ല, ബാക്കിൽ അലാസ്റ്റിക് വരുന്നുണ്ട്. സോ സിഗരറ്റ് ഫിറ്റിങ്ങിലാണ് ബോട്ടം വരുന്നത്. പോക്കറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല, സോളിഡ് ബോട്ടം ആണ് വന്നിട്ടുള്ളത്. ആൻഡ് മെയിൻ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് നോക്കുക എന്താ, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്താ, നമ്മളെ ദുപ്പട്ടാണ്. സോ ദുപ്പട്ടയിലേക്ക് വരുവാണെങ്കിൽ കൂടുതലായിട്ട് നമ്മളിങ്ങനെ വില കുറഞ്ഞ് ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ദുപ്പട്ട അത്യാവശ്യം മേ ബി ലെങ്ത് ഉണ്ടാവില്ല.
ഒന്നെങ്കിൽ വിഡ്ത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല വെയർ ചെയ്യാൻ, വടി പോലെ നിൽക്കും. ഇതൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചു, വടി പോലെ നിന്ന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, ഇത് വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം അത്യാവശ്യം നല്ല വൃത്തിക്ക് നമ്മൾ ഓഫ്ലൈനായിട്ട് ട്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അതും ആ ഒരു പ്രൈസിന് ഇത് നല്ല പോത്താന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ഓൾസോ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട്. നമ്മളെ നോർമൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദുപ്പട്ടാണ് ഇത്. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കാം. സോ ഇത് മീഷോയിൽ ഗോൾഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. അത്യാവശ്യം നല്ല റേറ്റിംഗ് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കൂ, അത്യാവശ്യം സൈസസും അവൈലബിൾ ആണ്. ഓക്കെ, ട്രൈ നോക്കൂ കേട്ടോ ഇഷ്ടമാണെങ്കിൽ. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ചിനോൺ സിൽക്ക് എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള, അതായത് ചിനോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള എംബ്രോയ്ഡറി, ഹെവി എംബ്രോയ്ഡറി വിത്ത് സീക്വൻസി ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു സെറ്റാണ് കാണിച്ചു തരുന്നത്. ആക്ച്വലി ഇത് ഞാൻ എടുക്കാനുള്ളൊരു പെട്ടെന്ന് തന്നെ എൻ്റെ കണ്ണതിലേക്ക് പോയിട്ടുള്ളത് ഈ ഒരു ത്രെഡ് കേട്ടോ, ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ്. സോ ഇതിൻ്റെ ഈ ഒരു കളർ കണ്ട്, ഇതൊരു ഡാർക്കും മറ്റേതൊരു പീച്ച് കളറിലുമാണ് വന്നിട്ടുള്ളത്. സോ ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗി ഉണ്ടാവും ഇതിട്ട് കഴിഞ്ഞാൽ എന്ന് തോന്നി. സോ അങ്ങനെ ട്രൈ ആക്കിയിട്ടുള്ളതാണ്. ഇതൊരു ചിനോൺ മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. സോ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ബാക്കി ഓരോന്നായിട്ട് പറയാം. ഓക്കെ, യെസ്, മിക്സ് ആയിപ്പോയി. ഓക്കെ, എനിവേ, സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഹെവി എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് വിത്ത് സീക്വൻസി. ഓക്കെ, സോ ഇത് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. നെക്കൊക്കെ കണ്ടോ, ഫുൾ നല്ല ഹെവി ഒരു സീക്വൻസിയിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് 3/4 ലെങ്ത്തിലാണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും സെയിം നമുക്ക് ആ ഒരു സീക്വൻസി വിത്ത് എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. ആൻഡ് ത്രൂ ഔട്ട് സീക്വൻസി എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. ചിനോൺ മെറ്റീരിയലാണ്, ചിനോൺ സിൽക്സ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ താഴോട്ടേക്കായിട്ട് ഒരു ഹെവി ആയിട്ട് തന്നെ സീക്വൻസി എംബ്രോയ്ഡറി ഹെവി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലോ, നല്ല നീറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വലിയ പ്രൈസ് വരുന്നില്ല, അറൗണ്ട് 1000. ഇതൊക്കെ നമ്മൾ ഷോപ്സിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ എന്തായാലും നമ്മളൊരു 2000 3000-ൻ്റെ അടുത്ത്, 2000 അബൌട്ട് 3000-ൻ്റെ അടുത്ത് എന്തായാലും കൊടുക്കണം. ബിക്കോസ് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ അത്രയും അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ബാക്കിലേക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഈ ഒരു സംഭവം സീക്വൻസി അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. വേറെ മേലോട്ടേക്കൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ബോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ ഒരു വൈറ്റ് ലെഗ് ടൈപ്പിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. ആ ഒരു പലോസ ഫിറ്റിലാണ് ബോട്ടം വരുന്നത്. ബോട്ടത്തിൻ്റെ എൻഡിലും സെയിം നമുക്ക് ഈ ടോപ്പിൻ്റെ എൻഡിൽ വന്നിട്ടുള്ള ഒരു ഹെവി എംബ്രോയ്ഡറി സീക്വൻസി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ സീക്വൻസി ആണ് വന്നിട്ടുള്ളത് പീച്ചിൽ. ഓക്കെ, സോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ക്ലോസർ ഷോട്ട് കാണിക്കാം കേട്ടോ. യെസ്, സോ ഇതിൻ്റെ ദുപ്പട്ട. ഇനി നമുക്ക് ഇതിൻ്റെ ദുപ്പട്ടയിലേക്ക് വരുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഒരു നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. യെസ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട്. നമ്മളെ ഇതിൽ കണ്ടിട്ടുള്ള ഒരു ഹെവി എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസി ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഭയങ്കര രസമുണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ, നല്ല ഉണ്ടാവും. ഓക്കെ, നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്നിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ദുപ്പട്ടയാണ്. ഓക്കെ, ഞാൻ മെയിനായിട്ട് നമ്മൾ നോക്കുക ഒതുങ്ങി നിൽക്കുമെന്ന്, ഇങ്ങനെ പൊന്തി കിടക്കുമ്പോൾ എന്തൊരു ഇടങ്ങേറാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സ്കാർഫ് ഇട്ട് സൈഡിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങനെ കൂടുതലും അങ്ങനെ ആക്കാറില്ല. അത്രയും അങ്ങനെ തോന്നിയാലേ അങ്ങനെ ചെയ്യും. ഓക്കെ, ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ഇടാറ്. അപ്പോൾ എനിക്ക് ഒന്ന് ഒതുങ്ങുന്ന ടൈപ്പാണ് കൂടുതലും നോക്കാറ്. ഓക്കെ, സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഈദ് ഔട്ട്ഫിറ്റ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇത് നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഭയങ്കര അടിപൊളി കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബനാറസി സിൽക്സ് ഓർ ബ്രോക്കട്ട് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ആ ഒരു ദുപ്പട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു സെറ്റാണ് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ ഈ ഒരു ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ബട്ട് ഇതിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഒരു കാര്യം മാത്രം പറയാണ്ട്, അത് മാത്രമാണ് എനിക്ക് എടുത്തു പറയേണ്ടത്. സോ
അതൊന്ന് നോട്ട് ചെയ്യാട്ടോ. എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല, ബട്ട് ചിലർക്കത് പ്രശ്നമാണെങ്കിലോ. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു വിസ്കോസ് ചന്തേരി മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതായത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നുമല്ല, ഇങ്ങനെ കുത്തുന്ന മെറ്റീരിയൽ ഒന്നുമല്ല. നല്ല വൃത്തിക്ക് ആ ഒരു വിസ്കോസ് ചന്തേരി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. കൂടുതലും ഇപ്പോൾ കാണുന്ന സെറ്റ്സ് ഒന്നെങ്കിൽ ആ ഒരു ചിനോൺ ഓർ ചന്തേരി ആ ഒരു മെറ്റീരിയലിലൊക്കെയാണ് വരുന്നത്. സോ ഇതൊരു വിസ്കോസ് ചന്തേരി മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതിലും നമുക്ക് എംബ്രോയ്ഡറി വിത്ത് സീക്വൻസി വർക്കാണ് വന്നിട്ടുള്ളത്. നെക്കിൽ വി നെക്കായിട്ടാണ് വരുന്നത്. ചെറുതായിട്ടൊരു യെല്ലോ കളർ കൂടി ആ ഒരു എംബ്രോയ്ഡറിയിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഗോൾഡൻ ആൻഡ് പിന്നെ നമ്മൾ ആ ഒരു എന്താണ് ദുപ്പട്ടൻ്റെ ആ ഒരു ഗ്രേ കളർ കൂടിയ വരുന്നത്. താഴോട്ടേക്കായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട്. അതൊക്കെ നല്ല ഉണ്ട് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി. 3/4 സ്ലീവ്സ് ആണ്. സ്ലീവ് വരുന്നത് 3/4 സ്ലീവ്സ് ആണ്. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ആൻഡ് ഇനിയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ആ ഒരു കാര്യം, ഇത് പകുതി വരെ നമ്മളെ പാൻറ്റിൻ്റെ ആ ഒരു ഭാഗം വരെ നമുക്ക് ലൈനിങ് വരുന്നുള്ളൂ. അതിൻ്റെ താഴോട്ട് നമുക്ക് ലൈനിങ് വരുന്നില്ല. അപ്പോൾ പാൻറ് ഇടുമ്പോൾ നമുക്കത് വലിയ കുഴപ്പമില്ല. ഒരു വൈറ്റ് സ്ലിപ്പ് ഉള്ളിലിട്ട് കൊടുത്താൽ വലിയ പ്രശ്നമായിട്ടൊന്നുമില്ല. പക്ഷെ അത് മാത്രമാണ്, അത് കുറച്ചുകൂടി ലൈനിങ് കുറച്ചുകൂടി കൊടുത്താൽ അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. ഓക്കെ, അത് മാത്രമാണ് ഇതിലുള്ള ഒരു മിസ്റ്റേക്ക്. ബാക്കിയൊക്കെ അടിപൊളിയാണ്. അടിപൊളി കളർ കോമ്പിനേഷൻ ഒക്കെയാണ്. സോ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് പ്രശ്നമുള്ളവർക്കൊന്ന് നോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ബോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ ഒരു സോളിഡ് ബോട്ടമാണ് വന്നിട്ടുള്ളത്. സിഗരറ്റ് കട്ടിങ്ങിലാണ് ബോട്ടം വരുന്നത്. നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ആ ഒരു എലാസ്റ്റിക്, ബാക്കിൽ എലാസ്റ്റിക് ഫ്രണ്ടിൽ എലാസ്റ്റിക് ഇല്ലാതെയാണ് ബോട്ടം വരുന്നത്. സോ ഇതാണ് ബോട്ടം. സെയിം ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ആൻഡ് ദുപ്പട്ടയിലേക്ക് വരുവാണെങ്കിൽ ഇതും ഞാൻ വിചാരിച്ചു ഇങ്ങനെ വട്ടി പോലെ നിൽക്കുന്നു. ഇല്ല കേട്ടോ, നല്ല വൃത്തിക്ക് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന, അതായത് നല്ല ഒതുങ്ങിയിരിക്കുന്ന മെറ്റീരിയലിലാണ് ഈ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ട് കഴിഞ്ഞപ്പോൾ. അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനത്തെ മെറ്റീരിയലാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒതുങ്ങിയിരിക്കില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നല്ല ഒതുങ്ങിയിരിക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ഓഫ് വൈറ്റ് തന്നെ ഈ ഒരു ഗ്രേ സംഭവം നല്ല ക്വാളിറ്റിയും ഉണ്ട്, വലിയ പ്രൈസും ഇല്ല. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഞാൻ പറഞ്ഞാൽ ആ ഒരു ലൈനിങ്ങിൻ്റെ ഇഷ്യൂ മാത്രം അവരെന്തിനു കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഓക്കെ, എനിവേ അതും എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു സെറ്റാണ്. നിങ്ങൾ നിങ്ങളുടെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് ഒരു കോട്ടൺ സെറ്റാണ്. ബട്ട് ഇത് ഞാൻ ഒരു ഫംഗ്ഷൻ മതി ഈദ് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ കാഷ്വൽ ലൈക്ക് ഓവർ പാർട്ടിയിലേക്ക് പോവാതെ കോട്ടൺ സെറ്റ്സ് ചൂസ് ചെയ്ത് ഞാനും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമുക്കൊരു കോട്ടൺ സെറ്റും അതിൻ്റെ കൂടെ തരാം നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ട്രൈ ആക്കിയിട്ടുള്ളത്. ആക്ച്വലി ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് കാരണം ട്രൈ ആക്കിയിട്ടുള്ളൊരു സെറ്റാണ്. അതായത് ഈ ഒരു കോട്ടൺ സെറ്റ്, ഇതിന് മുന്നേ നമ്മളൊരു യെല്ലോ ഞാൻ കൊടുക്കാം വീഡിയോ, ആ ഒരു യെല്ലോ ഇട്ടിട്ടുള്ളത്, ഇതിൻ്റെ തന്നെ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന സെറ്റ് ട്രൈ ആക്കി. ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. ഒരുപാട് പേര് ട്രൈ ആക്കി. അത് സ്റ്റോക്ക് ഔട്ടായി. ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. ഒരുപാട് സൈസസും അവൈലബിൾ ആണ്. സോ അതിൻ്റെ തന്നെ ഈ ഒരു കളറാണ് വേറെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു 2 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് കൂടി ഒന്ന് ട്രൈ ആക്കാമെന്ന്. പക്ഷേ എനിക്ക് ഇതിലും കുറച്ചുകൂടി ഞാൻ ചെയ്യുന്ന ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിലും കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ളത് എനിക്ക് അതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതിലും കുറച്ചുകൂടി ഞാൻ ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ അതായിരിക്കും പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ കളർ ഒരുപാട് പേര് റിക്വസ്റ്റ് കാരണം നമ്മൾ ട്രൈ ആക്കിയിട്ടുള്ളതാണ്. സോ ഇത് കാണിച്ചു തരാം, ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് ഭയങ്കര അടിപൊളി മെറ്റീരിയൽ ആട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ, മെറ്റീരിയൽ മീൻസ് കോട്ടൺ, ഭയങ്കര അടിപൊളി കോട്ടൺ, നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ചിലരുണ്ടാവും വടി പോലെ നിൽക്കുന്ന കോട്ടൺ, അല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ള കോട്ടൺ, അങ്ങനെയൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സോ ഡീറ്റെയിൽസ് പറഞ്ഞിടാം. വി നെക്കാണ്, എംബ്രോയ്ഡറി സീക്വൻസി വർക്കിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് എൻഡിലേക്ക് കുറച്ചൊരു ലൂസ് കൈൻഡ് ഓഫ് ഒരു സ്ലീവാണ്. 3/4 സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഇങ്ങനൊരു കംപ്ലീറ്റ് ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ത്രൂ ഔട്ട് ഈ ഒരു പ്രിൻ്റാണ് എൻ്റെ വരെ വന്നിട്ടുള്ളത്. കണ്ടോ, രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. 1 സൈസ് അപ്പ് എടുക്കാം കേട്ടോ. ഇത് 1 സൈസ് അപ്പ് എടുക്കണേ, അതൊന്ന് നോട്ട് ചെയ്യണേ. സോ ബോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ ബോട്ടം നമ്മൾ സിഗരറ്റ് കട്ടിലാണ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എലാസ്റ്റിക്കും ഫ്രണ്ടിൽ എലാസ്റ്റിക് ഇല്ലാതെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ എൻഡിൽ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്.
ഓക്കെ. അപ്പം അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കോട്ടൺ സെറ്റും കൂടി ആകുമ്പം അങ്ങനെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ആ നെക്കിൻ്റെ ഏരിയയിൽ വന്നിട്ടുള്ള ഒരു സംഭവം, ആ ഒരു ത്രെഡ് ബോൾ പോലെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ടയും അത്യാവശ്യം നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വന്നിട്ടുള്ള, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള, നല്ല ഭംഗിയിൽ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദുപ്പട്ടയാണ്. അപ്പോൾ ഓൾറെഡി ആ ഒരു യെല്ലോ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് കണ്ടവരുണ്ടാവല്ലോ, അതിൽ കാണിച്ച ഒരു സെയിം തന്നെ. ഓക്കെ, നല്ല ഭംഗിയിൽ വെയർ ചെയ്യാൻ പറ്റില്ല. കോട്ടൺ സെൽവാസ് ഇഷ്ടമുള്ളവരാണ്, ട്രൈ ആക്കുന്നവരാണെങ്കിൽ ഇത് മിസ്സാക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ, അടിപൊളിയാണ്. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കോട്ടൺ ആണ് കൂടുതൽ ഇഷ്ടം. കോട്ടൺ നമ്മളിങ്ങനെ ഹെവിയൊക്കെ ശരിയാണ്, നമുക്ക് ഇടയ്ക്കൊക്കെ അല്ലേ ഇതിനൊക്കെ നമ്മൾ ഹെവി ഔട്ട്ഫിറ്റ് എടുക്കുക. അപ്പം പിന്നെ ഇതിലല്ലേ നമ്മൾ അധികവും ഹെവി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് എടുക്കാൻ നോക്കുക. അപ്പം നമുക്കത് എന്താ പറയുന്നത്, ഇടയ്ക്ക് വർഷത്തിലൊരിക്കലാണല്ലോ ഈദ് വരിക. അപ്പം നമ്മൾ ഹെവി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അന്നത്തെ ഒരു ദിവസത്തിനേക്കല്ലേ, അന്നത്തെ ഒരു ഹരം ആക്കാനൊക്കെ. പക്ഷേ ഞാൻ വിചാരിക്കും കല്യാണങ്ങൾക്കൊക്കെ എന്തായാലും ഹെവി, ഞാൻ കൂടുതൽ ഹെവി എടുക്കില്ല കേട്ടോ. കസിൻസിൻ്റെതോ ഫ്രണ്ട്സിൻ്റെതോ മീൻസ് അങ്ങനെയൊക്കെ വാങ്ങിയിടാണ് ചെയ്യാം. നമ്മൾ അങ്ങനെ തന്നെയാണ്, നമ്മൾ കസിൻസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അങ്ങനെയൊക്കെ തന്നെ മാറിയിട്ടില്ലേ. ഹെവി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് എടുക്കുന്നത് കുറവാണ്. പക്ഷേ ഈദിൻ്റെ കാര്യത്തില്ല, ഈദല്ല കേട്ടോ, ഒരു കല്യാണമൊക്കെ വരുമ്പോൾ കൂടുതൽ അങ്ങനെ ചെയ്യാം. ഈദിലേക്ക് നമ്മൾ എന്തായാലും ഒരു ഇതെടുക്കില്ല, അങ്ങനെ വാങ്ങിയിടാൻ പറ്റില്ലല്ലോ ഈദിൽ. അപ്പോൾ നമ്മൾ ഈദിലേക്ക് എടുക്കുമ്പോൾ മേ ബി ഞാൻ ഓവർ ഹെവിയിലേക്ക് പോകില്ല. ഒരു ചില സമയത്ത് എൻ്റെ ഒരു മൂഡ് പോലെ ചിലപ്പോൾ ഞാൻ ഹെവി ആയിട്ട് എടുക്കും, ചിലപ്പോൾ ഞാനൊരു കോട്ടൺ സെറ്റ് പോലെ എടുക്കും, പിന്നീടും ഉപയോഗിക്കാമല്ലോ എന്നുള്ളതിൽ. മറ്റേത് നമ്മൾ ഹെവി ആകുമ്പോൾ ഏതൊരു കല്യാണം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റില്ലല്ലോ, അങ്ങനെ വെക്കും. ഓക്കെ, അപ്പം ഓരോരുത്തേക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു തോട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ നമ്മളിപ്പോൾ എത്രയെണ്ണം കാണിച്ചു? 4 കാണിച്ചു. സോ ദ ലാസ്റ്റ് വൺ, അതിനുശേഷം ഞാൻ അതിൻ്റെ ആ ഒരു നമ്മളെ ഫുഡ് വെയറും പിന്നെ ഒരു ക്ലച്ചസ് ആ ഒരു സംഭവമില്ലേ നമുക്കിങ്ങനെ സെൽവാസിൻ്റെ കൂടെ ഒക്കെ പിടിക്കാൻ പറ്റില്ല, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. സോ ദ ലാസ്റ്റ് വൺ ഇതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴാണ് ഞാൻ പിന്നെ ഒരു 5 കറക്റ്റ് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതും കൂടി എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വെയർ ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, പക്ഷെ ഇത് അത്യാവശ്യം നല്ല ഭംഗിയിൽ പാക്കിംഗ് ഒക്കെ നോക്കൂ, നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. വാവ്, നല്ലുണ്ട്. അടിപൊളി അല്ലേ, നല്ല ക്വാളിറ്റി കേട്ടോ, നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി. വാവ്, നല്ല രസമുണ്ട്. യെസ്, എൻ്റെ ഒരു ഫസ്റ്റ് ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ കാണാം ഇത് കാണുമ്പോഴുള്ള. യെസ്, ഇതൊരു ഫുൾ ത്രൂ ഔട്ട് എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസിൽ വന്നിട്ടുള്ള ഒരു സെൽവാർ സെറ്റാണ്. റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്, പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് സ്ലീവ് ത്രൂ ഔട്ട് ആ ഒരു എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസിൽ വന്നിട്ടുള്ളതാണ്. 3/4 സ്ലീവാണ് വന്നിട്ടുള്ളത്. ആൻഡ് 2 ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. താഴത്തേക്ക് ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുണ്ട്, ഒരു പേൾസ് അല്ല, യെസ്, പേളിൻ്റെ ഹാങ്ങിങ് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ കേട്ടോ. ബാക്കിലില്ല, ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുണ്ട്. സെയിം തന്നെ നമ്മളെ ദുപ്പട്ടയിലും വരുന്നുണ്ട്. ദുപ്പട്ട ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നത്. ഇതിലും സീക്വൻസി ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടമായില്ല, മറ്റേ ഭാഗത്തുണ്ടോ? യെസ്, 2 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടമായില്ല, ഇതൊരു 2 ഭാഗത്തും കൊടുത്തിക്കണം. ഓക്കെ, നമുക്ക് ചിലപ്പോൾ മേ ബി ഞാൻ ഇങ്ങനെ ഇടുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, ഇതിൻ്റെ ഫ്രണ്ട് ഏതാ? യെസ്, ഭംഗിക്കേടൊന്നുമില്ലല്ലേ, ഭംഗിയൊക്കെ ഉണ്ട്, സംഭവം നല്ല കളറല്ലേ. യെസ്, ഭംഗിയൊക്കെ ഉണ്ട്, നല്ലുണ്ട്. ഓക്കെ, അത്യാവശ്യം ഭംഗിയൊക്കെ വന്നിട്ടുണ്ട്, ഭംഗികേടൊന്നുമില്ല കേട്ടോ, നല്ലൊരു കളറല്ലേ. എന്തായാലും വെയർ ചെയ്ത് സൈഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വലിയ കോലം ഉണ്ടാവില്ല. സോ ഇതിൻ്റെ താഴെയും നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ താഴെ വന്നിട്ടുള്ള ഹാങ്ങിങ് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു സെറ്റ് കേട്ടോ, നല്ലൊരു കളറാണ്, നല്ല ഒതുങ്ങി നിൽക്കുന്ന ഷോൾ കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഷോൾ വെയർ ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്, നല്ലൊരു കളറും, ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. എന്തായാലും സൈഡിൽ നിങ്ങൾ ഇട്ടിട്ടുള്ള ആ ഒരു ഭംഗി കാണുന്നുണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. സോ ഇതിൻ്റെ ബോട്ടം കാണിച്ചില്ലല്ലോ, ഇതിൻ്റെ ബോട്ടം സിഗരറ്റ് കട്ടിങ് ആണ്. ഓക്കെ, മീൻസ് സോ ഇതിൻ്റെ ബോട്ടം സിഗരറ്റ് കട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത്.
നല്ലൊരു ഇതിന് മെറ്റീരിയൽ പറഞ്ഞില്ലല്ലോ, ഇത് വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയലാണ്, ഒരു സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അതിലാണ് എംബ്രോയ്ഡറിയും സീക്വൻസിയും വന്നിട്ടുള്ളത്. ഈ ഒരു ബാൻഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു മെറ്റീരിയൽ സെയിം ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ബട്ട് ഇതിൽ എംബ്രോയ്ഡറി സീക്വൻസി ഒന്നുമില്ല. നല്ലൊരു ആ ഒരു സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് തുണിയൊന്നും ആവുമോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട കേട്ടോ. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു കളർ ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ് ഫുഡ് വെയറും ക്ലച്ചേഴ്സ് തന്നെയല്ലേ അതിന് പറയാം, ക്ലച്ചസ് എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാ സംഭവം, മാറിപ്പോപ്പോഴും. ഓക്കെ, കംപ്ലീറ്റ്ലി ഒരു നല്ല പേള് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒന്ന് വാങ്ങിച്ചു കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ സെൽവാസ് ഇടുന്ന സമയത്ത് ഇങ്ങനെ സൈഡിൽ കൊടുത്ത് സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒന്ന് ട്രൈ ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സോ അടിപൊളിയല്ലേ, ഭയങ്കര ഇഷ്ടമായി. സോ ഇതിൻ്റെ കൂടെ ഈ ഒരു ഫുഡ് വെയർ കൂടി കാണിച്ചു തരാം. യെസ്, ഇതൊരു പേള് വരുന്ന വിത്ത് ഹീലിൽ വന്നിട്ടുള്ള നല്ലൊരു ഫുഡ് വെയർ ആണ്. ഇതിന് നിങ്ങൾക്ക് ട്രൈ ആക്കുവാണെങ്കിൽ നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സെൽവാസൊക്കെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതായത് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് നമുക്ക് ഇതിലേക്കുള്ള ആക്സസറീസ്, അതായത് ഇങ്ങനത്തെ ക്ലച്ചസ് അതൊന്നുമില്ലേ, സോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെ പൗച്ചേഴ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഫുഡ് വെയർസ് കുറച്ച് ഹെവി ആയിട്ടുള്ള എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഫുഡ് വെയർസ് വേണമെന്നുണ്ടെങ്കിൽ, കാണിക്കണം എന്നുണ്ടെങ്കിൽ, സെപ്പറേറ്റ് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്കത് ഇതിൻ്റെ സീരീസിൽ ഉൾപ്പെടുത്തി ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കൊക്കെ ട്രൈ ആക്കാമല്ലോ. ഇഷ്ടമാണെങ്കിൽ അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, സോ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നാളെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഇനി നമ്മളെ പാർട്ട് 2 ഒക്കെ വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ഹോൾ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സൂൺ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിരിക്കുക. എന്നാലേ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.